ഒരു മാജിക്കൽ സംഭവം അത് വീണ്ടും കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഓരോ മലയാളികളും. മണിച്ചിത്രത്താഴ് എന്ന ടൈംലെസ് ക്ലാസിക് അവർക്ക് മുന്നിലേക്ക് പുതിയൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുകയായിരുന്നു. മണിച്ചിത്രത്താഴിന്റെ ഈ പ്രകടനം ബോക്സ് ഓഫീസിലും അത് വ്യക്തമായി കാണാൻ സാധിച്ചു. ഏറ്റവും വലിയ സ്വീകരണമാണ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിന് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. എന്നാൽ മണിച്ചിത്രത്താഴ് ഇറങ്ങിയപ്പോൾ വെല്ലുവിളിക്കാൻ മറ്റ് പല ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടതും. വാഴ, നുണക്കുഴി പോലുള്ള ഗംഭീര റെസ്പോൺസ് കിട്ടിയ ചിത്രങ്ങൾക്കിടയിലേക്കാണ് മണിച്ചിത്രത്താഴ് എന്ന റീ റിലീസ് ചിത്രം കൂടി എത്തുന്നത്. എന്നിട്ടും കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ പ്രകടനം ചിത്രം കാഴ്ചവെച്ചു എന്ന് പറയുകയാണ് ഓരോ ട്രേഡ് അനലിസ്റ്റുകളും. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 50 ലക്ഷത്തിന്റെ കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മണിച്ചിത്രത്താഴ് എന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ചിത്രം 1 കോടി മറികടക്കും എന്നതും അവർ എടുത്തു പറയുന്നു. ഗംഭീര റെസ്പോൺസ് കിട്ടുമ്പോൾ ചിത്രം പല സ്ഥലങ്ങളിലും ഗംഭീര ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 15,000-ന് മുകളിലുള്ള ടിക്കറ്റ് സെയിൽ നടന്നു എന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഐമാക്സിൽ വരെ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യുകയുണ്ടായി. ഐമാക്സിൽ പോലും ഫുൾ ടിക്കറ്റും വിറ്റഴിഞ്ഞ കാര്യങ്ങൾ കൂടി അവർ ബുക്ക് മൈ ഷോയിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തു. ഐമാക്സ് സ്ക്രീൻ ഫുള്ളായ വിവരങ്ങളാണ് അവർ എടുത്തു പറയുന്നത്. മോളിവുഡിന്റെ ക്ലാസിക് അത് എല്ലായിടത്തും ക്ലാസിക്കായി മാറുകയാണ്. ഒരു ഫസ്റ്റ് മലയാളം മൂവിയാണ് ഐമാക്സ് സ്ക്രീനിൽ എത്തുന്നത്. എന്നാൽ ഒരു ഐമാക്സ് ചിത്രമൊന്നുമല്ല, ഐമാക്സിന് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ഐമാക്സിൽ മണിച്ചിത്രത്താഴ് എന്ന 4K ഡോൾബി അറ്റ്മോസ് ചിത്രം സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ കൂടി ഗംഭീര പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ട്രേഡ് അനലിസ്റ്റുകളൊക്കെ ഗംഭീര റിപ്പോർട്ടുകളാണ് മണിച്ചിത്രത്താഴിന് വേണ്ടി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 50 ലക്ഷത്തിനടുത്തോളം ചിത്രം കളക്ട് ചെയ്തു എന്ന വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഓഗസ്റ്റ് 18 ഞായറാഴ്ച പ്രീ സെയിലൂടെ തന്നെ മണിച്ചിത്രത്താഴ് 30 ലക്ഷം കളക്ട് ചെയ്തു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. വാഴ, നുണക്കുഴി എന്നീ ചിത്രങ്ങളുമായി കോമ്പറ്റീറ്റ് ചെയ്യുമ്പോഴും ഗംഭീര കളക്ഷനാണ് മണിച്ചിത്രത്താഴ് നേടിയത്. വാഴ 69 ലക്ഷം പ്രീ സെയിലൂടെ നേടിയപ്പോൾ നുണക്കുഴി 40 ലക്ഷവും പ്രീസെയിലൂടെ നേടി. അവിടെയാണ് മണിച്ചിത്രത്താഴ് 30 ലക്ഷം പ്രീസെയിലൂടെ നേടിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ അവരുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. പലർക്കും വീണ്ടും ഒരു അത്ഭുതം തന്നെയാണ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രം. കണ്ടവർ വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുന്നു, കാണാത്തവർക്ക് വീണ്ടും ഒരു അത്ഭുതമാണ് തിയേറ്ററിൽ. എന്നാൽ എല്ലാവരും 100 അതിനു മുകളിലോ തവണ യൂട്യൂബിലും ടിവിയിലുമൊക്കെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞത് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ തന്നെ സംബന്ധിച്ച് ഭാഗ്യം തന്നെയെന്നാണ് പലരും വ്യക്തമാക്കുന്നത്. നകുലിനെയും ഗംഗയെയും സണ്ണിയെയും കാട്ടുപറമ്പനെയും ശ്രീദേവിയെയും ദാസപ്പൻകുട്ടിയെയും എല്ലാം ഒരിക്കൽ കൂടി വലിയ സ്ക്രീനിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു. അറ്റ്മോസിന്റെ ഫീൽ ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു. മോണോയിൽ നിന്നും സ്റ്റീരിയോയിലേക്ക് മാറ്റിയ അനുഭവം എന്താണെന്ന് അത് ശരിക്കും തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. 2Kയിൽ കണ്ടവർ അവരുടെ വിഷമം പറയുന്നുണ്ട്. 4Kയിൽ പൂർണ്ണ ഫീലോടെ കാണാനുള്ള അവസരം മിസ്സായവരുടെ ഒരു ഖേദം അവർ പ്രകടിപ്പിക്കുമ്പോഴും അത് ഒരു തരത്തിലും ആസ്വാദനത്തെ ബാധിച്ചില്ല എന്നതാണ് പരമമായ സത്യം എന്നുകൂടി അവർ എടുത്തു പറയാണ്. മണിച്ചിത്രത്താഴ് മലയാളത്തിന്റെ ടൈംലെസ് ക്ലാസിക് ശരിക്കും തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയെന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് അവർ. ടിവിയിലും യൂട്യൂബിലും തിയേറ്ററിലും നിന്നുമായി എത്ര തവണ കണ്ടു എന്നറിയില്ല. അന്നും ഇന്നും എന്നും ഇതൊരു മാജിക്കൽ അനുഭവമാണ്. ഇതൊക്കെ കൂടാതെ മണിച്ചിത്രത്താഴിന് ഗംഭീര നിരൂപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകരും എത്തുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന ആ നാഗവല്ലിയെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാമായിരുന്നു എന്ന ചില കൗതുകരമായ കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നുണ്ട്. മാടമ്പിള്ളിയിൽ കുറച്ചു ദിവസം താമസിക്കാനാണ് ഗംഗ അവിടെ എത്തിയത്. അവിടെ എത്തിയത് മുതൽ ഗംഗ മാടമ്പിള്ളിക്ക് പുറത്തേക്ക് പോയിട്ടില്ല. എന്നിരുന്നാലും ഓരോ ദിവസവും ഓരോ സാരി എന്നതായിരുന്നു ഗംഗയുടെ വസ്ത്രധാരണം. ആ വീട്ടിലെ ആരും തന്നെ ഇതേ രീതിയിൽ വസ്ത്രധാരണം നടത്തിയിരുന്നില്ല. നകുലിനും സണ്ണിയും തമ്പിയും അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങളായ ശ്രീദേവിയും ബാസുരിയും അല്ലിയും മാടമ്പിള്ളിയിൽ താമസിക്കുമ്പോൾ ഉടുത്തിരുന്ന വസ്ത്രം അലക്കി മറ്റൊരു ദിവസത്തേക്ക് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഗംഗ ഓരോ ദിവസവും ഓരോ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. ഒരിക്കലും തന്നെ ഗംഗ ഉപയോഗിച്ച സാരി വീണ്ടും ഉപയോഗിച്ചിരുന്നില്ല. സണ്ണിയും നകുലിനും ആ അസ്വാഭാവികത ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഗംഗയിലേക്ക് നാഗവല്ലിയുടെ പരകായ പ്രവേശം നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ കാണിക്കാമായിരുന്നു സണ്ണി എന്നാണ് അവർ പറയുന്നത്. നാട്ടിൽ കുറച്ചു ദിവസത്തെ താമസത്തിനെത്തുന്ന ഗംഗ ഇത്രയും സാരിയായി വന്നത് അന്നത്തെ വരും തലമുറയ്ക്കൊക്കെ ഒരു മാതൃകയായിരുന്നു എന്ന് ചില ബിരുദന്മാർ പറഞ്ഞ കാര്യങ്ങൾ കൂടി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. അനീഷ് എന്ന വ്യക്തിയാണ് ഈ കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചതും. എന്നാൽ അന്ന് ശോഭനയുടെ ഗംഭീര പ്രകടനവും അതിനൊപ്പം ഇതിനകത്തെ ഓരോ ഡ്രസ്സിംഗ് സ്റ്റൈലും വലിയ രീതിയിൽ ട്രെൻഡായ സംഭവമാണ്. മോഹൻലാലിന്റെ ഡ്രസ്സും ശോഭനയുടെ സാരികളുമൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിരുന്നു. പലരും ആ ട്രെൻഡ് സ്വന്തം ലൈഫിലേക്ക് കൊണ്ടുവന്നതും നമ്മൾ അന്നത്തെ സമയത്ത് കണ്ടതാണ്. മണിച്ചിത്രത്താഴ് മോഡൽ സാരി, ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ നമ്മൾ കേട്ട അനുഭവങ്ങൾ ഉണ്ട് താനും. എന്നിരുന്നാലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നാണ് സണ്ണിയോട് പലരും പറയുന്നത്. മണിച്ചിത്രത്താഴിന് വേറെ അർത്ഥതലങ്ങളും വേറെ കണ്ടെത്തലുകളും ഒക്കെയായി പ്രേക്ഷകർ കൂടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇത്തവണ മണിച്ചിത്രത്താഴിൽ നിന്നും കണ്ടെത്തിയത്?